പരിചയപ്പെടുന്നത് അടിപൊളി വീടുന്നത് കണ്ട. ഈ വീടിന്റെ പഴക്കം എന്ന് വെച്ചാൽ 1 വർഷവും 11 മാസം മാത്രമേ ഉള്ളൂ. ഈ വീടിന്റെ ഓണർ ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനിക്ക് പോകുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഈ വീട് വിൽക്കുന്നത്. ഇതിന്റെ അകത്ത് വേറൊരു വൈബാണ് ഈ വീട്. ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ചിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഇതേ കൂടുതൽ വീടൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരുമ്പോ നിങ്ങളൊരു ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അത് കാരണം നിങ്ങളൊരു ലൈക്ക് അടിക്കാണ്ട് ഇരിക്കരുത് കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകും. സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ്, അകവും ഗ്രാനൈറ്റ് ആണ്. കാരണം ഇവര് അങ്ങനെ പോണോണ്ട് മാത്രം ഇത്ര വില കുറച്ച് ഈ വീട് കൊടുക്കണത് തന്നെ. കാരണം പുള്ളിക്ക് സ്റ്റഡീസിന് പോകാനുള്ളതാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഇത് കൊടുക്കണം. അപ്പൊ അത് ആ ഒരൊറ്റ ടൈം ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഗ്യാപ്പ് കൊണ്ട് മാത്രമാണ് ഇത്രയും വില കുറച്ച് ഈ വീട് കൊടുക്കണത് തന്നെ. മാവ് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ. കാരണം എന്താ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ കാണുമ്പോഴേക്കല്ലോ മനസ്സിന് ഒരു സന്തോഷമാണെന്നുള്ളത്. കാരണം നിങ്ങൾ ഇത് വന്ന് കാണണം, കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവുള്ളത്. കാരണം എന്ത് ഭംഗിയാണെന്നറിയാമോ, ചുറ്റിനൊക്കെ ചെടികളും തെങ്ങും തൈയൊക്കെ ചെണ്ട്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കൊണ്ട് തന്നെ കായ്ക്കുന്ന തെങ്ങുകളാണിത്. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് കായ്ക്കാൻ വേണ്ടി. ഏകദേശം ഒരു 3 വർഷം കൊണ്ട് കായ്ക്കും ഇത്. കണ്ട, ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ഇല പോലും കിടക്കൂല, അത്ര പക്കയായിട്ടാണ് ഈ വീട് ക്ലീൻ ചെയ്യണം. ഇതിന്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ കൂടെ നമുക്ക് കറങ്ങി വരാട്ടോ അപ്പുറത്തോട്ട്. ഇതല്ല ചാമ്പ കണ്ട, ഇത് മറ്റേ വലിയ ചാമ്പക്കല്ലേ, വല്ല വലിപ്പമുള്ള ചാമ്പക, അതെന്താണ് ചാമ്പയാണ്. അതൊക്കെ ഒരു 2 വർഷം കഴിയുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. ഇപ്പൊ തന്നെ ഈ വർഷം ചിലപ്പോൾ കായ്ക്കായിരിക്കും എന്ന് പറഞ്ഞു. ഒരു 3 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട്. മുറ്റത്താണെങ്കിൽ കണ്ട വറ്റാത്ത കിണറുണ്ട്. ഇത് അപ്പുറത്ത് പ്ലാവൊക്കെ നിൽക്കണണ്ട. ഇതൊക്കെ അങ്ങോട്ട് വളർന്നൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടല്ല ഈ വീടിന്റെ ലുക്ക് പിന്നെയും മാറും. കണ്ട, ഈ സിറ്റ് ഔട്ടിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് നോക്കി. കണ്ട, ചുറ്റിന് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു. അതും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പൊട്ടി പോലും കാണാനല്ലോ എന്നുള്ളത്. കാരണം ഞാൻ ഇവരോട് പറഞ്ഞിട്ടും കൂടി ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നത്. എന്നിട്ട് കാരണം ഇവിടുത്തെ അമ്മ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരിപ്പൊടി കാണുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. മൊത്തം എപ്പോഴും ക്ലീൻ ചെയ്ത് അതേകൂട്ടാണ് നോക്കണം. ഈ വീട്ടിൽ ഒരു താമസം തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷവും 11 മാസമായിട്ടുള്ളൂ. അത്രയും പഴക്കവും ഉള്ളു ഈ വീടിന്. അപ്പൊ ഇത്രയും നല്ലൊരു വീട് ഇത്രയും വില കുറവിന് കിട്ടണമെന്ന് പറയുന്നത്. ഇത് ലിവിങ് ഏരിയ ഒക്കെ നിങ്ങൾ നോക്കി, എന്താ എക്സിക്യൂട്ടീവ് ലുക്ക് നോക്കി. ആര് വന്ന് കണ്ടാലും ഇപ്പൊ അവിടെ ഓപ്പൺ ഏരിയയാണ്, അതാണ് അവിടെ നിന്ന് ഇത്രയും വെട്ടം ഇങ്ങനെ അടിക്കണം. അപ്പൊ ബ്ലറായി പോണത്. അവിടെ ഗ്ലാസ് ആണ് ഇട്ടേക്കണം. കണ്ട, മൊത്തം സീലിങ്ങിലൊക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് പക്കയാക്കി ഇട്ടേക്കണ ഒരു വീട്. കണ്ട, ഇതിന്റെ ടീപ്പോയും കാര്യങ്ങളൊക്കെ കണ്ട, എല്ലാനും ഒന്നിനൊന്ന് മെച്ചമാണെന്നുള്ളതാണ്. ഈ കാണുന്ന നിങ്ങളെ TV ഏരിയ, ഇവിടെ നിന്ന് നമുക്ക് TV കാണലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. കണ്ട, അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തേക്കണണ്ട. ഈ വീട് ആര് വന്ന് നമ്മൾ ഇഷ്ടപ്പെടും. കാരണം ഇത് സിറ്റ് ഔട്ടും ഈ ലിവിങ് ഏരിയ, ഡൈനിങ് ഹാൾ, ഈ ഏരിയ മൊത്തം ഗ്രാനൈറ്റ് ആയിട്ട് ഇട്ടേക്കണം. അത് ഗ്രാനൈറ്റ് വലിയ സ്ലാബ്. പിന്നെ ഇതിന്റെ ഓണർ ആണെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. പുള്ളിയുടെ എഞ്ചിനീയറിംഗ് കൂടി അതുണ്ടെന്നും കൂടി ആലോചിച്ചോളണം. എന്താ കോട്ട ഇത് കണക്കത്തൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷം എന്നറിയാം. സ്റ്റെപ്പൊക്കെ കണ്ടു, സ്റ്റെപ്പൊക്കെ വുഡാണ്. ഞാനല്ലേ ഈ വീടിന്റെ ഓണർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ പുള്ളിയുടെ ഐഡിയയിൽ ചെയ്തേക്കണത്. അപ്പൊ അത്രയും എന്താ പറയാ, അത്രയും സെറ്റപ്പ് ആയിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത്. കിച്ചണൊക്കെ കണ്ട, കിച്ചണൊക്കെ പക്കാ ലുക്ക് എന്ന് വെച്ചാൽ പക്കാ ലുക്ക് കിച്ചൺ. എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഹോപ്പൊക്കെ കാണുകയും കൂടി ഇല്ല. അതേ കൂട്ടിയാണ് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണം. ഇപ്പുറത്തെ ഒരു കബോർഡ്, അത് സ്റ്റോർ റൂം ഉണ്ടോ, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള. ഫ്രിഡ്ജൊക്കെ കണ്ട കബോർഡിന്റെ അകത്താണ്. എല്ലാരും അതിൻ്റെതായ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇവിടെ സെക്കൻഡ് കിച്ചൺ ഉണ്ടല്ലോ നിങ്ങളുടെ, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഉണ്ടോ, എല്ലാരും എല്ലാം നീറ്റ്, ഇവിടെ അഴുക്ക് പോലും കാണല്ലോ. സംഭവം ഇപ്പൊ 2 വർഷം അടുക്കായ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി അഴുക്കെങ്കിലും, ഇതൊന്നുമില്ല. ഇവരുടെ പുത്തുപുത്തം പോലെ ഇപ്പം കിടക്കുകയാണ്. കാരണം ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഓണർ സിവിൽ എഞ്ചിനീയർ ആണ്. പുള്ളി ഹയർ സ്റ്റഡീസിനായിട്ട് ഇപ്പൊ ജർമ്മനിക്ക് പോകണം, കൊടുക്കണം. ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട, അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ കബോർഡൊക്കെ കണ്ട, എന്താ ഒരു സെറ്റപ്പ് നോക്കി. ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അത് പറയട്ടെ. ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം പാക്കിലാണ്. അത് ചിങ്ങവനത്ത് നിന്ന് അകത്തോട്ട് പോകുമ്പോൾ പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത്. പിന്നെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരെ ഫാൻസി നമ്പർ ആണെന്നുള്ളത്.
2121 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലിപ്പമുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ബാത്റൂം, അതേപോലെ ബെഡ്റൂം ഒക്കെ ഒന്നും പറയാനില്ല, എല്ലാനും ഗ്രേറ്റ്. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്രയും ഈ അടുത്ത കാലത്ത് ഞാൻ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടിട്ടില്ല എന്നുള്ളത്. ആദ്യം കണ്ട എല്ലാം അറേഞ്ച് ചെയ്തേക്കണ്ട പുത്തം പോലെ ഇരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം അത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു വീട് സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണോ മനസ്സിലാണ്. കാരണം ആദ്യം വീട് സൂക്ഷിച്ചേക്കണ ഒരു വീട് ഇതുണ്ടേ. രണ്ടാമത്തെ ബെഡ്റൂം എന്താ ഒരു സെറ്റപ്പ് നോക്കി. നല്ല വലിപ്പവും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും, സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ബാത്റൂമും, എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഒരെണ്ണം എല്ലാവരും നല്ല എന്താ പറഞ്ഞ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കംപ്ലീറ്റ് ഉപയോഗിച്ചാണ്. അത് ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ്. അതിന്റെ കബോർഡ് കാര്യങ്ങള് ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കണം. റൂമിന് എല്ലാത്തിനും അതെ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. നമുക്ക് അടുത്ത റൂം പോയി കാണാം. ഇതാണ് അടുത്ത റൂം വരുന്നത്. എന്താ റൂം എല്ലാനും ചെറുതൊന്നുമല്ല, എല്ലാം വലിയ റൂമാണ്. എല്ലാത്തിനും സീലിംഗ് വർക്ക് കാര്യങ്ങള്, വലിയ കബോർഡ് ഉണ്ടാവും. അതിന്റെ ഫ്ലോറും ഗ്രേ കളറ്, കബോർഡിന്റെ ഡോറും കാര്യങ്ങളെല്ലാം ഗ്രേ കളറ്, വാള് കംപ്ലീറ്റ് വൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കണം. അത് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് തന്നെ പറയാം. പിന്നെ ഈ വീടിന് ചോദിക്കണ വില, ഈ വീടിന് ചോദിക്കണത് ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ, ഫർണിച്ചർ എല്ലാം അടക്കം 1.5 കോടി രൂപയാണ് ചോദിക്കണം. 1,50,00,000 രൂപയാണ് ചോദിക്കണം. അത് ചെറുതായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഈ ഫർണിച്ചർ എല്ലാം അടക്കം എല്ലാം പുതിയതാണ്. എല്ലാം അടക്കണം നിങ്ങൾക്ക് തന്നെ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നത് വേറെ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ കയറി താമസിക്കുക. ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള വീട് കണ്ടില്ലേ. ഇനി എവിടെ നോക്കിയാലും എന്തെങ്കിലും ഇത് പറയാൻ പറ്റും കേട്ടോ. എന്തൊരു സുന്ദരമാണ് നോക്കി. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് നമുക്ക് ഏരിയ ഉണ്ട്. ഇപ്പൊ സ്റ്റെയർ കേസ് വേണമെങ്കിൽ നമുക്ക് മുകളിൽ റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് 2 നില വീടായിട്ട് തോന്നുമെങ്കിൽ ഒറ്റ നില വീടാണ്. അത് 2121 ഫാൻസി നമ്പറാണ്. അതുവരെ അവിടെ ചെറിയൊരു സ്റ്റോർ റൂം കൊടുക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ റൂം എടുക്കുക. ആ റൂമിന്റെ ബാത്റൂമിനുള്ള ഇതാണ് അത് താത്തിയിട്ടേക്കണം. അല്ലെങ്കിൽ ബാത്റൂം പൊക്കത്തോട്ടായി പോകും. അപ്പൊ അതിന്റെ ഫ്ലോർ ചെയ്യുമ്പോണ്ട അത് ഇവിടുത്തെ തന്നെ താത്തിയിട്ടേക്കണം. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.